ഇന്നിവിടെ നമ്മള് സായി, ശ്രീ, ശരത്തേട്ടൻ, ഷാരു, ഹരിത് പോയിട്ട് എല്ലാവരും ഉണ്ട് കേട്ടാ. ഞാൻ വ്ളോഗ് എടുക്കണം വേണ്ടെന്ന് കുറച്ച് ആലോചിച്ചു. ശ്രീ എടുക്കുന്നുണ്ട് കേട്ടോ വ്ളോഗ്. അപ്പം എന്തായാലും ഞാനും എടുക്കാന്ന് ചോദിച്ചു. അവർ ഇന്നലെ വന്നു എല്ലാവരും, ഇന്ന് രാത്രി ഉണ്ടായിരുന്നു കേട്ടാ. A few moments later. വാട്ടർഫോൾസ് ഓക്കെ അല്ലേ? എന്തൊക്കെയാ അത് പാട് എടാ ഷാനു നടക്ക്. വൈബല്ലേ, പ്രകൃതി രമണീയമായ സ്ഥലമാണ്. നമ്മള് വാട്ടർഫോൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടെ. ഇവിടെ ഗുംപെ വാട്ടർഫോൾസ്, അതായത് പൊസഡ് ഗുംബയുടെ ഭാഗമാണ്. ഇവരന്ന് ട്രക്കിങ്ങിന് പോയായിരുന്നു, അതുകൊണ്ട് നമ്മള് പൊസഡിൽ കയറണല്ല. നമ്മൾ എണീറ്റപ്പോൾ ഭയങ്കര ലേറ്റ് ആയി. ഇനി പോയിട്ട് വലിയ കാര്യമില്ല, വെളുപ്പിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ. അപ്പം ഞങ്ങൾ വെച്ചു വാട്ടർഫോൾസിൽ വന്ന് കുളിക്കാൻ വെച്ചു. ഇവിടെ ആളുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, നോക്കണം. സ്പോട്ട് വരും, എന്തായാലും വരുന്നുണ്ട്. ശ്രീ വ്ളോഗ് എടുക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ വ്ളോഗ് എടുക്കണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ നോക്കട്ടെ, ഒരു വ്ളോഗിലുള്ള വിശ്വത്തെ കിട്ടുകയാണെങ്കിൽ ഇത് കട്ട് ചെയ്ത് കയറ്റാട്ടോ. ഓക്കെ, ഇതാണ് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് വെള്ളച്ചാട്ടം ഞങ്ങള് വെള്ളച്ചാട്ടം വെള്ളത്തി എന്റെ മോനെ ഓ വൈവേശി നല്ല. ഇവിടെ ആൾക്കാർ വന്ന് പോകുന്നുണ്ട് കേട്ടോ. അവിടെ രണ്ട് വണ്ടി ഉണ്ടല്ലോ, ജിപ്സി ഉണ്ടായിരുന്നു, വേറെ കാർ ഉണ്ടായിരുന്നു, 2 വണ്ടി ഉണ്ടായിരുന്നു. ഇവിടെ ആൾ കുറവായിരിക്കും പ്രതീക്ഷിക്കുന്നു. എടാ കോമഡി പറടാ, വ്ളോഗിലാടേട്ടാ. ஏய் என்னடாப்பா வாய்ஸ் உனக்கு? നവദമ്പതികൾ നടക്കൂ. കേൾക്കാൻ ആഗ്രഹമുണ്ട് മക്കളെ, എന്താണ് ഇറങ്ങല്ലേ? എടാ കുഴിയൊന്നുമില്ല, അവിടെ കുഴിയൊന്നുമില്ല, ഇറങ്ങ. പിന്നെ എന്താണ് എടാ എടാ എന്തായാലും അവിടെ വന്ന് അടിക്കും നമ്മളെ തല. എന്താ ഈ കാണിക്കണേ? പിന്നെ പോവൂല, പിന്നെ എങ്ങനെ ചാവുക? എടാ എപ്പടിക്കാം. ഇതാണ് നമ്മുടെ ഗുംപെ വാട്ടർഫോൾസ്. ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 3-4 വർഷമായി. ഞങ്ങൾ ഇത്ര നേരം കുളിച്ചോണ്ടിരിക്കുന്നത്. ഞങ്ങൾ വന്നിട്ട് ഇപ്പൊ 1 മണിക്കൂർ തോന്നുന്നുണ്ട്. ഷാനു ഇറങ്ങിയിട്ടില്ല. മാസത്തിൽ 2 തവണ കുളിച്ചാല് എനിക്ക് ജലദോഷം വന്നിടും. തന്നെ എനിക്ക് അലർച്ചി. പൊന്നു അവിടെ വെറുതെ ഇരിക്കണ്. ശ്രീ അവിടെ കുറച്ച് കൂട്ടുകാർക്ക് കുറച്ച് ഫോട്ടോസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് അയക്കാൻ പോയേക്കാനാണ് ശ്രീയുടെ ഫോണില്. അതിലാണ് നമ്മള് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടാ. ഇതായിരിക്കുന്നു നവദമ്പതികൾ. അതെന്റെ കൂട്ടുകാരാണ് സായി ഗോപിനാഥ്, ഇവിടെ ഹരിത. ഇവര് 2 പേരും ദുബായിലാട്ടാ. ഇവരിപ്പോ ലീവിന് വന്നേക്കാണ്. അപ്പൊ എന്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഇതുവരെ വന്നിട്ടില്ല. സായി പണ്ട് വന്നതാ. അവർക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വന്നാണ്. ഇവരും കുറെ ആളെ വന്നിട്ടാ. കഴിഞ്ഞ ഇതിലൊന്നും ഇവരുണ്ടായിരുന്നില്ല. അങ്ങനെ വന്നിട്ട് ഇപ്പൊ കുളിച്ചോണ്ടിരിക്കാട്ടാ. ഇതിൽ കുറെ പേരൊക്കെ ഉണ്ട്, പക്ഷെ അവരവിടെ കുളിക്കട്ടെ, ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. എന്തായാലും സംഭവം തെറ്റായിരുന്നു കേട്ടാ. മൊത്തത്തിൽ വൈബേഷാണ്. നിങ്ങളെ ഇതില്ലേ അതിന് പറയല് പേര് പറയില്ല. ഫോട്ടോ എടുത്തോണ്ട് കേട്ടോ അമ്മമാരുടെ കല്യാണ ഫോട്ടോഷൂട്ടാണ്. ഇതാണ് ഇവിടത്തെ വ്യൂ കേട്ടോ. അതായത് ഞങ്ങൾ കുറച്ച് ബാക്ക് എന്താ ഇവിടെ പൊന്നു ഇരിക്കുന്ന സ്ഥലത്ത് വന്നപ്പോ ഇതാണ് ഇവിടുത്തെ വ്യൂ. മഴ പിടിക്കുന്നുണ്ടോ കേട്ടോ, നല്ല. ഇത് അങ്ങോട്ട് പോകുന്നുണ്ട്, അവിടെ കുഴി ഉണ്ടെന്നറിയില്ല. ഞങ്ങൾ താഴോട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അവിടെ വരെ മാക്സിമം പോകുന്നുണ്ടോ പണ്ട് വന്നപ്പോ. പക്ഷെ അന്ന് ഇതിനെക്കാളും വെള്ളം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവരോട് കുഞ്ഞു വെള്ളച്ചാട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. നമ്മള് പ്രതീക്ഷ കൊടുത്ത് ഇതാക്കരുതല്ലോ. ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ എനിക്കറിയില്ലായിരുന്നു. പക്ഷെ സംഭവം അടിപൊളിയുണ്ട് കേട്ടോ, മൊത്തത്തിൽ വേറാണ്.
ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. പിടിച്ചു മാറ്റവനെ. ഇപ്പം മാറ്റി തരാം. വീഡിയോ അല്ല തന്റെ പേര് കാപ്പിത്തോട്ടത്തിന് നടുവിലൂടെ വരുന്ന രണ്ട് ആരോ വ്ലോഗിന്റെ പേര് മനസ്സിലാണ്ടാ എന്റെ ലിങ്ക് വേണം. വിവേക് വൈശാഖ് അതെന്റെ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഉണ്ടായിരിക്കും. ഞാനും കൊടുക്കാം. ഓക്കെ, ഉറപ്പാണ്. ഞാൻ ചെക്ക് ചെയ്തിട്ട് എന്റെ കേട്ടു. അപ്പോ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു കയറിക്കൊണ്ടിരിക്കട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു 12:30 എത്തിയത്. ഇപ്പൊ 2 കാലായി. ഇപ്പോഴാണ് ഞങ്ങൾ തിരിച്ചു കയറുന്നുണ്ടാ. ഒരു മനുഷ്യ കുഞ്ഞിനായിരുന്നില്ല, തിരക്കുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് കുറച്ച് പിള്ളേർ വന്നു, പക്ഷെ എന്നാലും മനസ്സിലായിരുന്നില്ല. അടിപൊളിയായിരുന്നു കൂടി. അയ്യോ, പനി പിടിക്കാണ്ടിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. അയ്യോ ഫ്രണ്ട്, ഞാൻ ഷർട്ടൊക്കെ ഇട്ടിട്ടാ ഇറങ്ങിയത്. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഷർട്ട് അയച്ചു. കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഫോട്ടോ ഇവിടെ കൊടുക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഇവിടെ സൈഡ് കൊടുത്തേക്കാം കുറച്ച് ഫോട്ടോസൊക്കെ നല്ലത്. അയ്യോ, എന്തായാലും സംഭവം കളറായി ഗൈസ്. അയ്യോ, എൻ്റെ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. സൗണ്ടൊക്കെ ഇങ്ങനെ മാറണ പോലെ സംഭവം എന്തെങ്കിലും കളറായിട്ടുണ്ട്. അയ്യോ, അടിപൊളിയായി ഗൈസ്. ഇനി നാളെ രാവിലെ എല്ലാവരും പോകും. ഇന്നൊരു നൈറ്റും കൂടെ ഉള്ളു എല്ലാവരും. നാളെ എല്ലാവരും പോവും. ചേർത്തണം പോയി. ചിലപ്പോൾ ഷാനു ഇന്ന് രാത്രി പോകും കേട്ടോ. അവിടെ നാളെ ക്ലാസ് ഉണ്ട് വരും. അവനിപ്പോൾ എന്തോ ഒരു കോഴ്സ് എന്തോ പഠിക്കണ്ട. അപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് ഹരിതു, സായി, പിന്നെ പൊന്നു, ശ്രീ, ഇവർ നമ്മൾ ഇത്ര പേരുണ്ടാവും ഇന്ന്. അയ്യോ എടാ ഷാനു, നീ ചതിക്കരുതടാ. എടാ നീ പോകുമെന്ന് പറഞ്ഞല്ലടാ. നീ പോകുമെന്ന് പറഞ്ഞ പിന്നെ എന്തിനു ഇവിടെ നിന്നു? No, God, please, no, no. ഞങ്ങൾ എന്തൊക്കെ പ്ലാൻ ചെയ്താണ് ഇവൻ പോകുന്ന വെച്ചിട്ട്. നീ ആ ഷർട്ടെണ്ണ ചയച്ചു. പുള്ളി നേത്രാവധി ഉണ്ടെന്നും പറഞ്ഞിട്ട് പോയത്. നീ ചതിച്ചു. നീ ചതിയാനാടാ. അവനല്ലെങ്കിൽ നീ ഉണ്ടെങ്കിൽ അവൻ പണിക്ക് പോകില്ലായിരുന്നു. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സായി. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് മോർണിംഗ്. എന്റെ സായി എജ്ജാതിടാ. സായി തിരിഞ്ഞു നോക്കിയാ. ഓ വണ്ടർഫുൾ. രാഗം പറ. കുച്ചി എന്താ നീ എന്നെ വിളിച്ചോ? കുച്ചിമാരോ അത് What? മച്ച നമ്മള് എവിടെ ആണെന്ന് അറിയാമോ? അറിയാലോ, നമ്മള് കുംബ്ല ബീച്ചില് കൂടാൻ വന്നതല്ലേ. ഇത് പണ്ടത്തെ പാട്ടില്ലേ ഇങ്ങനത്തെ ഭക്തിഗാനോ അങ്ങനത്തല്ലേ? ഒരു സ്കൂൾ കോമഡി അങ്ങനത്തെ. നമ്മള് ബീച്ചിൽ വന്നിരിക്കാണ്, കുമ്പള ബീച്ചില്. ഇത് കുമ്പള ബീച്ചല്ല, കുറച്ച് ഇപ്പുറത്ത് വന്നിട്ടാ. മൊഗ്രാലാണ്.
കാരണം കുമ്പളിൽ വൻ തിരക്കായിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ വരാതെ. പക്ഷെ ഇവിടെ തിരക്കൊക്കെ ഉണ്ട്, ആവശ്യത്തിന് തിരക്കുണ്ട്. നമ്മളിങ്ങനെ കുറച്ച് എന്നിട്ടൊക്കെ കുറച്ചു. ആ നടന്നോ, വന്നോ, ചുമ്മാ വന്നോ. നിങ്ങൾ ഈ വീഡിയോക്ക് വേണ്ടി നടക്കുന്ന തോന്നുന്നില്ല, എന്തെങ്കിലും മിണ്ടിക്കോ. ഞാൻ അറിയാ ചെയ്തതാ. സോറി സോറി. അവിടെ നോക്കോ, അവിടെ പോയി നോക്കോ. ഞാൻ മുടിയാക്കിയാണ് ചെയ്തോ. ഷാനു എന്താ ഇത് വ്ലോഗടാ പറയണ്ടേ സൂപ്പർന്നൊക്കെ. ഓക്കെ ചാ. ഗൈസ്, ഇവിടെ നമ്മൾ ഇത്ര നേരം ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്തു, വെറുതെ ഇരുന്നു, കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്തു, എന്തൊക്കെയോ ചെയ്ത്. ഇപ്പൊ മഴ വന്നിട്ടാ, നല്ല ഇരുട്ടായി, പെട്ടെന്ന് ഡാർക്ക് വീണു. നല്ല മഴ. വ്ലോഗ് എടുക്കാൻ വിട്ടുപോയി. അതിനിടയ്ക്ക് കക്കേ എന്ത് പറിക്കൊണ്ടിരിക്കുന്നതാണ്. വേഗം വന്ന് കേറാ നോക്ക്. തിരുപ്പാച്ചി തന്നെ നീ. ഇവിടെ കൊറേ പേര് വന്നിട്ടുണ്ട് കേട്ടാ, നല്ല ഒന്ന് വന്നേ. അയ്യോ ഞാനിതൊക്കെ ഇടും മോനെ വ്ളോഗില്, എല്ലാം ഇടും വ്ളോഗില്. കേറി പോയിട്ട് നമ്മുടെ വണ്ടി വണ്ടി തെറ്റാണ്ട്. പക്ഷെ ടയറൊക്കെ പോണ്ട്, ടയർ മാറ്റണം, വീട്ടിൽ പോയിട്ട് രാത്രി മാറ്റണം. നിക്കൊരു മച്ച ചായ കുടിക്കാൻ, ചായ കുടിച്ചാൽ സൗണ്ടൊക്കെ പോയി വൈബല്ലേ ഇത്. കടല് കണ്ടോ? കൊറേ പേരെ ഞാൻ ഓടിപ്പിച്ച്. അയ്യോ ഇത് ഭയങ്കര രസമായിട്ട് ഇവിടെ കാണാൻ. കടല് ഒരു രക്ഷയില്ല. ഞങ്ങള് മഴ വന്നു, കാർ കയറി, അതിന് പിന്നെ ഇവിടെ സൈഡാക്കിയാണ്. മഴ പോയി, പിന്നെ സൈഡാക്കി. വേറെ വൈബാണ് കേസ്, നല്ല രസമുണ്ട്. അയ്യോ മൊത്തത്തിലൊരു വേറെ ലെവൽ മൂഡ്. ഭയങ്കര എനിക്കൊന്നത് കടല് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് എനിക്ക് ഭയങ്കര കടലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവന്മാര് പറഞ്ഞുകൊണ്ട് ഒന്നും നോക്കില്ല, അപ്പൊ തന്നെ നല്ല തിരമുണ്ട് കേട്ടോ, നല്ല പോലെ വെള്ളം കയറുന്നുണ്ട് മോളോട്ട്. വെള്ളിയാഴ്ചത്രയാണോ? നാട്ടൻ പറഞ്ഞോളി, നാടൻ പറഞ്ഞോടാ. ഓ ഒന്നാമത്തെ വായ പുതിയ സൈനികത്തിന്റെ പടമാണ്. ഇതെങ്ങനെ ഇങ്ങനെ ഇരിക്കൂ? ഇത് വേണം. കൊറേ കുടിക്കണ്ട് വെള്ളം. എടാ അതെല്ലാം കുറച്ച് വലിയ സീനിയർ ടീമാടാ, അതിനേക്കാളും ഡൗണ്. കയ്യില് വന്നു പോയതാണ്. കേക്കോ എന്തോ വായിക്കാണ് ചെയ്യുന്നേ. ചണ്ട മുട്ടുന്നുണ്ട്, എന്തോ ചുരുട്ടുന്നുണ്ട്, തലയിലിടുന്നുണ്ട്. മറ്റേത് ഏത് ഷർട്ടൊക്കെ ഇട്ട് മറ്റേ തലയിൽ കെട്ടി അടിക്കുന്നേ, യുദ്ധം ചെയ്യുന്ന സാധനം.
ഇന്ന് 12 ഡേറ്റ്. നമ്മൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലാണ്. ശ്രീ ഉണ്ട്, ഷാനുണ്ട്. ഇവർ രണ്ടുപേരും കൊണ്ടുവിടാൻ വേണ്ടി വന്നേക്കാണ്. ശ്രീക്ക് അവിടെ വീട്ടിലൊരു പ്രോഗ്രാം ഉണ്ട്, ഒരു കൂട്ടുകാരൻ്റെ എന്തോ എൻഗേജ്മെൻ്റ് ആവും, കൂട്ടുകാരൻ്റെ പെങ്ങളുടെ എൻഗേജ്മെൻ്റ്. അപ്പോൾ അതിന് വേണ്ടി പോവാൻ നിൽക്കണം. അതുകൊണ്ട് വേഗം രാവിലെ തന്നെ ട്രെയിൻ പിടിക്കാൻ കേട്ടോ. ഇവിടെ പരശുവിന് കയറാൻ വേണ്ടി വന്നേക്കണം 5:45. ഉറക്കൊക്കെ 2 ദിവസമായിട്ട് കുതാക്കാണ്. അകത്ത് പൊന്നുണ്ട് കേട്ടോ. പൊന്നെനിക്ക് കമ്പനി ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഒറ്റയ്ക്ക് നീ തിരിച്ചു പോകുമ്പോൾ ഉറക്കണ്ട വെച്ചിട്ട്. അയ്യോ ഷാനോ, ഷാനോ ബായ്. അരെ ബായ്.